എം ടി വാസുദേവൻ നായരുടെ വേർപാടോടുകൂടി മലയാള സാഹിത്യ സാംസ്കാരിക മേഖലയിൽ ഒരു വലിയ വെളിച്ചമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യകാരൻ മാത്രമല്ല, തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ, പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്, മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപൻ അടക്കം കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറസാന്നിധ്യമായിരുന്നു എം ടി. അതിൻ്റെ ഭാഗമായി തന്നെ 2005 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1995 അദ്ദേഹത്തിന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം സാഹിത്യലോകത്തിന് നൽകിയ സംഭാവനകളെ പരിഗണിച്ച് കോഴിക്കോട് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ഡീലിറ്റ് ബിരുദം നൽകി ആദരിക്കുകയും ചെയ്തു. കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് നവതി ആഘോഷങ്ങളുടെ ഭാഗമായി തുഞ്ചൻപറമ്പിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന വലിയൊരു ചടങ്ങ് നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മലയാള സിനിമയുടെ അതുല്യനായ നടൻ ശ്രീ മമ്മൂട്ടി അടക്കം പങ്കെടുത്ത ഒരു ശ്രദ്ധേയമായ ചടങ്ങായിരുന്നു തുഞ്ചൻപറമ്പിൽ നമ്മൾ സംഘടിപ്പിച്ചത്. ഒരു വലിയ ആദരവ് ആ ചടങ്ങിൽ വെച്ച് സാംസ്കാരിക കേരളത്തിൻ്റെ ഭാഗമായി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം സാംസ്കാരിക വകുപ്പിൻ്റെ തന്നെ സൂര്യകൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഹ്രസ്വമായി സമൂഹത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സാംസ്കാരികമായ ഉള്ളടക്കത്തോടു കൂടിയുള്ള ഒരു നാടകം തയ്യാറാക്കി അത് നമ്മൾ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുകയും വലിയ തരത്തിലുള്ള അംഗീകാരം അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുകയും ചെയ്തു. എം ടിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി മോശമായ സന്ദർഭം മുതൽ ഗവൺമെൻറ് എല്ലാ തരത്തിലും സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മറ്റ് മന്ത്രിമാർ എല്ലാം തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നില പരിശോധിക്കാനും അവിടെ എത്താനും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. കേരളം അദ്ദേഹത്തെ എന്നും ആദരിക്കും, എന്നും ബഹുമാനിക്കും. അദ്ദേഹം മലയാള സാഹിത്യത്തിനും ലോക സാഹിത്യത്തിനും നൽകിയ, അല്ലെങ്കിൽ ഇന്ത്യയിലെ സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയ എല്ലാ സംഭാവനകളെയും ഈ അവസരം ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് തീരാ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മകളുടെ മുമ്പിൽ രക്തപുഷ്പങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. ഫാസിസത്തിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വളർന്നു വന്ന സവർണാധിപത്യത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ചിന്തകനും ഒരു സാംസ്കാരിക നേതാവുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാട് അങ്ങേയറ്റം നമുക്ക് സങ്കടകരമാണ്. അതിലുള്ള അനുശോചനവും ദുഃഖവും ഞാൻ ഈ അവസരത്തിൽ ഇവിടെ അറിയിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അറിവുകളും അനുഭവങ്ങളൊക്കെ വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഉചിതമായ തുടർന്നുണ്ടാവും. തീർച്ചയായിട്ടും എം ടിയെ നമുക്ക് ആദരിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു പഠനാർഹമായ വിഷയം തന്നെയാണ്. എം ടി എന്ന 2 വാക്ക് തന്നെ അടുത്ത തലമുറ പഠിച്ചിരിക്കണം. അത്രമാത്രം സാഹിത്യത്തിലും സിനിമയ്ക്കും സാമൂഹ്യ മേഖലയിലും സാംസ്കാരിക മേഖലയിൽ ഇടപെട്ട് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതുകൊണ്ട് ഗവൺമെൻറ് തീർച്ചയായിട്ടും ആ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി തുടർന്ന് ആലോചിക്കും. സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. അത് തീർച്ചയായിട്ടും നടപ്പാക്കാനായിട്ട് ഒരു ശ്രമം ഞങ്ങൾ ആരംഭിക്കുമെന്ന കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.